പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 പേജ് നമ്പർ 50 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിനു മുമ്പ് ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുക, എന്നാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ലെങ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ ഇതുപോലത്തെ ഒരു സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് അന്നേരം കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതൊക്കെ ഇതിനെ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ രണ്ട് നമ്പേഴ്സ് നമുക്ക് 4/10, 41/10 ഇങ്ങനെ തന്നിട്ടുണ്ട്. മറ്റ് രണ്ട് നമ്പേഴ്സ് എങ്ങനെയാണ്? 4 1/10, 41 1/10 അങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അതായത് ഇതിൻ്റെ കൂടെ ഓരോ ഫുൾ യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. 4 1/10 എന്ന് വെച്ചാൽ എന്താ? 4 യൂണിറ്റും 1/10ൻ്റെ 1 പാർട്ടും. 41 1/10 എന്ന് വെച്ചാൽ 41 യൂണിറ്റും 1/10ൻ്റെ ഒരു പാർട്ടും. അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. 4/10 എന്ന് വെച്ചാലോ 1/10ൻ്റെ 4 പാർട്സ്. 41/10 എന്ന് വെച്ചാലോ 1/10ൻ്റെ 41 പാർട്സ്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ 4 1/10നെയും കൂടെ നമുക്ക് എങ്ങനെയാക്കണം? അടുത്ത നമ്പറിൻ്റെത് കൂട്ടാക്കണം. അപ്പോൾ ഈ 4 1/10 എന്ന് വെച്ചാൽ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. 4 യൂണിറ്റ് എന്ന് വെച്ചാൽ 1 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 1/10ൻ്റെ 10 പാർട്ട്. അപ്പോൾ 2 യൂണിറ്റ് എന്ന് വെച്ചാൽ 1/10ൻ്റെ 20 പാർട്സ്. 3 യൂണിറ്റ് എന്ന് വെച്ചാൽ 1/10ൻ്റെ 30 പാർട്സ്. അങ്ങനെയാണെങ്കിൽ 4 യൂണിറ്റ് എന്ന് വെച്ചാൽ 1/10ൻ്റെ എത്രയാണ്? 1/10ൻ്റെ 40 പാർട്സാണ് എന്താ 4 യൂണിറ്റ് എന്ന് വെച്ചാൽ. ഇതിനെ നമുക്ക് 40 ടെൻസ് എന്ന് എഴുതാം. പിന്നെന്തുകൊണ്ട്? 1/10ൻ്റെ ഒരു പാർട്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താ? 41 ടെൻസ് ആവും. അപ്പോൾ ഇതിനെ നമുക്ക് 41 ടെൻസ് എന്ന് എഴുതാം. ഇനി അടുത്തത് 41 1/10 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? 41 യൂണിറ്റും 1/10ൻ്റെ ഒരു പാർട്ടും. അപ്പോൾ 41 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര 1/10കൾ കാണും? 410 1/10ൻ്റെ പാർട്സുകൾ കാണും അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 410 ടെൻസ് എന്ന് നമുക്കിതിനെ എഴുതാം. മനസ്സിലായല്ലോ? അതായത് ഇവിടെ ഏത് നമ്പറാണോ തന്നിരിക്കുന്നത് അതിനെ നിങ്ങൾ 10 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 4 ആയിരുന്നു. 4 × 10 40. അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 പാർട്ടുകളാണ്. 1/10ൻ്റെ 10 പാർട്ടുകളാണ്. അപ്പോൾ അതിൽ കൂടുതലുള്ള യൂണിറ്റുകൾ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 41 × 10 410/10. ഓക്കെ, പിന്നെന്താ ഉള്ളത്? അടുത്തത് 1/10ൻ്റെ ഒരു പാർട്ട്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ 410ഉം 1ഉം കൂടെ ചേരുമ്പം 411 ടെൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മുടെ ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇതിനെ ഞാൻ ഫസ്റ്റ് 41 ടെൻസ്, പിന്നെ 4 ടെൻസ്, 41 ടെൻസ്, പിന്നെന്താ 411 ടെൻസ്. ഇങ്ങനെയാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഏറ്റവും ചെറുത് 4/10 ആണ്. അപ്പോൾ 4/10 ലെസ് ദാൻ, അത് കഴിഞ്ഞിട്ട് 2 41/10 ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, 41/10. അപ്പോൾ ഇവിടെ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഒന്നുമല്ല. എന്ത് വരും അടുത്തതിന്? 40 ഈക്വൽ സൈൻ വരും. 41/10 ലെസ് ദാൻ അടുത്തത് 411/10. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെ വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ 4/10 അതേപോലെ തന്നെയാണ്. ലെസ് ദാൻ 41/10 ഈസ് ഈക്വൽ ടു അടുത്ത 41 എങ്ങനെയാണ്? 4 1/10 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. 4 1/10 ലെസ് ദാൻ അടുത്തത് 41 1/10. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ചിലരെഴുതുമ്പോൾ ഇത് ഇവിടെ കൊണ്ടുവരും,
ഇതിവിടെ എഴുതും. രണ്ടും സെയിം വാല്യൂസ് തന്നെയാണ്. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്നും പറഞ്ഞ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Sonu is measuring some of his body parts. The length of Sonu's lower arm is 2/7/10 units and that of his upper arm is 3/6/10 units. What is the total length of his arm? അപ്പോൾ സോനു അവൻ്റെ ബോഡി പാർട്സ് മെഷർ ചെയ്യായിരുന്നു. അപ്പോൾ സോനുവിൻ്റെ ലോവർ ആമിൻ്റെ ലെങ്ത് 2 യൂണിറ്റും 7/10 യൂണിറ്റ്സുമാണ്. അതായത് 2 യൂണിറ്റും 1/10 7 പാർട്സുമാണ് ലോവർ ആമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പർ ആം 3/6/10 യൂണിറ്റ്സ് ആണ്. ആമിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 മെത്തേഡിൽ ആമിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. 3 മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമ്മുടെ മെഷർമെൻറ്റുകൾ 2 7/10 യൂണിറ്റും 3/6/10 യൂണിറ്റുമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫുൾ യൂണിറ്റ്സ് ഇവിടെ നമുക്ക് 2ഉം 3ഉം ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ആ 2വിനെയും 3യെയും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നു. പിന്നെന്താ ഉള്ളത്, 1/10 അതായത് 1/10 7 പാർട്സും 6 പാർട്ടും ഉണ്ടല്ലേ, രണ്ടെണ്ണത്തിലും കൂടെ. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യുന്നു. 2 + 3 പ്ലസ് ഇവിടെ നോക്കിയേ 7 + 6 ഈസ് 13/10 ആയി. 2 + 3 ഈസ് 5. ഇനി നോക്കിയേ ഈ 13/10 എന്ന് വെച്ചാൽ ഇവിടുത്തെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ എന്താണ്, ഗ്രേറ്റർ ആണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ 1/10 10 പാർട്സുകൾ ഇതിനകത്തു നിന്ന് എടുക്കാം. 1/10 10 പാർട്സ് എന്ന് പറയുമ്പം 1 യൂണിറ്റാണ്, ഒരു ഫുൾ യൂണിറ്റ് ഇതിനകത്തുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 10/10 + 3/10 എന്ന് എഴുതാം. 13നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 10/10 + 3/10 എന്ന് എഴുതി. ഈ 10/10 എന്ന് പറയുന്നത് എന്താണ്, 1 യൂണിറ്റ് ആണ്. അപ്പോൾ നോക്കിയേ, സ്പ്ലിറ്റ് ചെയ്ത് 5 + 10/10 + 3/10. ഈ 10/10 എന്ന് പറയുന്നത് 1 ആണ്. ആ 5ഉം 1ഉം കൂടെ ചേർന്ന് 6 ആയി. 6 + 3/10. അപ്പോൾ ആമിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്, 6 3/10 ആണ് ആമിൻ്റെ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഈ മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ്. അതായത് ഹോൾ യൂണിറ്റിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു, ഫ്രാക്ഷനിൽ വരുന്ന യൂണിറ്റുകളെ തമ്മിൽ ആഡ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തത് അഡീഷൻ, ഡയറക്റ്റ് ഇങ്ങനെ എഴുതി ചെയ്യുന്ന ഒരു മെത്തേഡാണ് അടുത്ത മെത്തേഡ്. ഓക്കെ, 2 + 3 5, 7 + 6 13/10. എന്നിട്ട് ബാക്കി നമ്മൾ മുകളിൽ ചെയ്തതുപോലെ തന്നെ ഇതിൽ നിന്ന് 1 യൂണിറ്റ് വെളിയിലെടുത്ത് 5ൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 6 3/10 എന്ന് കിട്ടും. ഓക്കെ, ഓർ ബോത്ത് ദ ലെങ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ടെൻസ് ആൻഡ് ദെൻ ആഡഡ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ലെങ്തുകളെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യും. അതാണ് അടുത്ത മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പേഴ്സ് എന്തൊക്കെയായിരുന്നു, 2 7 ടെൻസും 3 6 ടെൻസുമായിരുന്നു നമ്മുടെ നമ്പേഴ്സ്. ഇനി ടെൻസിലോട്ട് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 2വിനെ ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും, 2 എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ആണല്ലേ. 1 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ, 1/10 10 പാർട്സ്. അപ്പോൾ 2 യൂണിറ്റ് എന്തായിരിക്കും, 1/10 20 പാർട്സ്. അതെന്താണ്, 20/10ഉം പിന്നെന്തുണ്ട്, ഇവിടെ ഒരു 1/10 7 പാർട്സും കൂടെ ഉണ്ടല്ലേ. അപ്പോൾ 20 + 7 27/10 എന്ന് കിട്ടും. അതാണത് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് 3 യൂണിറ്റ്സ് എന്ന് പറയുമ്പം ടെൻസിൽ എഴുതുമ്പോൾ എന്ത് വരും, ടെൻസിൽ എഴുതുമ്പോൾ 1/10 30 പാർട്സ് വരും, പ്ലസ് പിന്നെ ഇവിടെ 1/10 ഒരു 6 പാർട്സും കൂടെ ഉണ്ടല്ലേ. അപ്പോൾ 30 + 6 36 വരും. പക്ഷേ ഇവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് കേട്ടോ, ഇവിടെ 36 ആണ് വരിക. ഇനി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 63/10 എന്ന് കിട്ടും. 63/10 എന്ന് പറയുന്നത് എടുത്ത് നോക്കി, ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 60/10 + 2/10 എന്ന് എഴുതാം. 60/10 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, 1/10 60 പാർട്ടുകളുണ്ട്. അപ്പോൾ എത്ര യൂണിറ്റ് ആണ്,
6 യൂണിറ്റ്സ് ആണ് പ്ലസ് 2/10 ദാറ്റ് ഈസ് 6 2/10 എന്ന് നമുക്ക് കിട്ടും. കണ്ടോ, 3 മെത്തേഡിൽ ചെയ്താലും നമുക്ക് ഒരേപോലെയാണ് ആൻസർ കിട്ടുക. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്ത പേജിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.